മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള രാജേന്ദ്ര ആർലേക്കർ എന്ന ഗവർണറുമായി ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ സർക്കാരിന് വലിയ ബന്ധമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചില സംഭവ വികാസങ്ങൾ ആ ബന്ധത്തിൽ ചില ക്ഷീണങ്ങൾ സംഭവിപ്പിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ആ ബന്ധത്തിൽ ചില അകൽച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാർ എന്ന് മാത്രം പറയാൻ കഴിയില്ല. സർക്കാരിനെ നയിക്കുന്ന LDF അതല്ലെങ്കിൽ LDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായ CPM-ഉം അതിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPI-ക്കുമൊക്കെ ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നു. ഉൾപാർട്ടിയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഭാരതാംബ വിഷയം രാജേന്ദ്ര ആർലേക്കർ എടുത്ത തീരുമാനത്തിൻ്റെ പുറത്ത് ഭാരതാംബ വിഷയത്തിൽ വലിയ ചർച്ചകളാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഇടതുപക്ഷം ഭാരതാംബ എന്നൊരു സങ്കല്പം RSSൽ മാത്രമാണുള്ളത്, അത് ഇടതുപക്ഷത്തിൻ്റെ രീതിയല്ല, ഇടതുപക്ഷത്തിൻ്റെ ആശയമല്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പറയുമ്പോൾ CPI അതിൽ ഭാരതാംബയ്ക്ക് മറ്റൊരു രൂപമാണ് നൽകുന്നത്, അല്ലെങ്കിൽ ഭാരതാംബയ്ക്ക് മറ്റൊരു തലമാണ് നൽകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ CPIയുടെ കോട്ടയത്ത് വെച്ച് നടക്കുവാൻ പോകുന്ന ഒരു പൊതുപരിപാടിയിലെ പോസ്റ്ററാണ് ചർച്ചാ വിഷയമായിട്ടുള്ളത്. ആ പോസ്റ്ററിൽ ഭാരതാംബയുടെ ചിത്രം നൽകി എന്നുള്ളത് വലിയ ചർച്ചയ്ക്ക് വിധേയമായിരിക്കുകയാണ്. പാർട്ടിക്കുള്ളിലെ ഭിന്നാഭിപ്രായത്തെ സൂചിപ്പിക്കുന്നതാണോ ഈ പോസ്റ്റർ എന്ന തരത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികളും അതിനോടൊപ്പം പ്രാദേശിക തലത്തിലെ നേതാക്കന്മാരും ഒക്കെ രംഗത്തെത്തിയിട്ടുമുണ്ട്. CPIയുടെ കോട്ടയം സമ്മേളനത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ പോസ്റ്ററിലാണ് മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ, പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ജില്ലാ സെക്രട്ടറി VB ബിനു എന്നിവരുടെ ചിത്രങ്ങളുള്ള പോസ്റ്ററിലാണ് ത്രിവർണ്ണ പതാക കയ്യിലേന്തിയ ഭാരതാംബയുടെ ചിത്രവും ഇടം പിടിച്ചിട്ടുള്ളത്. അതാണിപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുള്ളത്. പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോസ്റ്റർ ഷെയർ ചെയ്തതിന് പിന്നാലെ ഈ പോസ്റ്റർ പിൻവലിക്കാൻ ജില്ലാ നേതൃത്വം നിർദ്ദേശം നൽകുകയായിരുന്നു. ഈ പോസ്റ്റർ പിന്നീട് പിൻവലിച്ചെങ്കിലും അതിനകം പലയിടത്തും ഇത് ഷെയർ ചെയ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ വിഷയത്തിൽ പോസ്റ്റർ പിൻവലിച്ചെന്നാണ് ജില്ലാ നേതൃത്വം നൽകുന്ന വിശദീകരണം. ഈ ഭാരതാംബയുമായി ബന്ധപ്പെട്ട ചർച്ചാ വിഷയം ആദ്യം ആരംഭിക്കുന്നത് കൃഷി വകുപ്പിന്റെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട രാജ്ഭവനിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ഔദ്യോഗിക പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്നും നിലവിളക്ക് കൊളുത്തണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടായിരുന്നു. ഗവർണറുടെ നിർദ്ദേശം കൃഷിവകുപ്പ് തള്ളിക്കളഞ്ഞിരുന്നു. പിന്നീട് ഗവർണറുടെ നിലപാടിനെതിരെ മന്ത്രി P പ്രസാദും CPIയും രംഗത്ത് വന്നിരുന്നു. ഈ വിഷയത്തിന് തൊട്ടു പിന്നാലെ മന്ത്രി P പ്രസാദിന്റെ വീട്ടിലേക്ക് BJPയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. അതിന് അദ്ദേഹത്തിന് സംരക്ഷണം നൽകാൻ അവിടെ CPI എത്തുന്നു. അങ്ങനെ വലിയ സംഘർഷാവസ്ഥയും അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് ഭാരതാംബയുടെ ചിത്രവും അതിനു മുന്നിലെ ചടങ്ങും ഔദ്യോഗിക പരിപാടിയിൽ ഉൾപ്പെടുത്തണമെന്ന ഗവർണറുടെ നിലപാടിനെതിരെ CPI പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി CPIയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയും മരം നട്ടുമായിരുന്നു പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഈ പരിപാടിയിൽ CPI പ്രവർത്തകർ ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം മുഴക്കിയതും വിവാദമായിരുന്നു. ഇതിന് പിന്നാലെ ഭാരത് മാത എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ജനങ്ങളാണെന്ന നെഹ്റുവിന്റെ ആശയം അംഗീകരിക്കുന്നു എന്ന സൂചന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നൽകുകയും ചെയ്തു. ഗവർണർ രാജ്ഭവനുമായി ബന്ധപ്പെട്ട് ഭാരതാംബ എന്ന സങ്കല്പത്തെ ഉയർത്തിക്കാണിച്ചതിനെ എതിർത്തുവെന്നും എന്നാൽ ഭാരത് മാത എന്ന സങ്കല്പത്തോട് വിശാലമായ അർത്ഥത്തിൽ വിയോജിപ്പില്ലെന്ന സൂചനയുമായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി നൽകിയത്. ഭാരത് മാതാ വിഷയത്തിൽ CPI നിലപാടിനെ തള്ളിയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നത്. ഭാരത് മാതാ സങ്കല്പം RSSന്റേതാണെന്നും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അംഗീകരിക്കുന്ന സങ്കല്പമല്ലെന്നുമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയത്. അത് ഭരണഘടനാ സങ്കല്പവുമല്ല, അതിൽ ഭാരത് മാതാ സങ്കല്പം അംഗീകരിക്കാനാവില്ലെന്നും MV ഗോവിന്ദൻ പറയുകയും ചെയ്തു. ഭാരത് മാതാ സങ്കല്പം മറ്റുള്ളവർ അംഗീകരിക്കണമെന്ന് വാശി പിടിക്കുന്നത് ഫാസിസമാണെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. കൃഷിവകുപ്പ് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട രാജ്ഭവനിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ഔദ്യോഗിക പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്നും നിലവിളക്ക് കൊളുത്തണമെന്നും ഗവർണർ ആവശ്യപ്പെടുകയും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് കൃഷിവകുപ്പ് രാജ്ഭവനിലെ പരിപാടി റദ്ദാക്കുകയും ചെയ്യുന്നു. ഇതിന് പിന്നാലെ ഗവർണറുടെ നടപടിക്കെതിരെ CPI ശക്തമായി രംഗത്ത് വന്നിരുന്നു. എന്തായാലും പൊതുപരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തണമെന്ന ഒരു ആശയം മുൻപോട്ട് വെച്ചത് ഗവർണറാണെങ്കിൽ പോലും അത് CPIക്കുള്ളിലും CPMനുള്ളിലും ഭിന്നാഭിപ്രായം രൂപപ്പെടുത്തുകയുണ്ടായി. LDFനുള്ളിലെ ആ ഭിന്നിപ്പ് രാഷ്ട്രീയ ഗുണകരമായ രീതിയിലേക്ക് മാറ്റുവാനുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. ഇവിടെ നെഹ്റുവിൻ്റെ ആശയത്തോടെ CPI കൈകോർക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ CPMനോട് വിട്ടുനിന്ന കോൺഗ്രസ് ആശയത്തോട് ചേർന്ന് നിന്ന CPIയുടെ ഒരു പഴയകാല രാഷ്ട്രീയ ചിന്തയിലേക്ക് CPM കടന്നു പോകുന്നു എന്ന ചർച്ചയ്ക്ക് കൂടി വഴി തുറക്കുന്ന തരത്തിലേക്കാണ് പ്രതിപക്ഷ പാർട്ടിയും BJPയും ഒക്കെ ഈ വിഷയത്തെ കാര്യമായ ഗൗരവത്തോടു കൂടി ഏറ്റെടുക്കുന്നത്. ഒരു ഭാഗത്ത് ലീഗിനെ CPM ചേർത്ത് നിർത്താൻ ശ്രമിക്കുമ്പോൾ CPIയെ കോൺഗ്രസിനോടൊപ്പം ചേർത്ത് നിർത്തുവാൻ UDF പക്ഷത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ശ്രമവും UDF നടത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൻ്റെ പുതിയൊരു തലം കൂടി ഇനി തുറന്ന് വരുമോ എന്നുള്ളത് കണ്ടറിയണം.